എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള പരീക്ഷകൾ എന്ന് പറയുന്നത് രസതന്ത്രവും ജീവശാസ്ത്രവുമാണ്. അതായത് കെമിസ്ട്രിയും അതുപോലെ തന്നെ ബയോളജിയുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇനി തിങ്കളാഴ്ചയാണ് ഈ ഒരു കെമിസ്ട്രി പരീക്ഷ വരുന്നത്, അതായത് രസതന്ത്രം പരീക്ഷ വരുന്നത്. അപ്പോൾ ഈ ഒരു മാർച്ച് 24-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:30 മുതൽ 11:15 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കെമിസ്ട്രി പരീക്ഷ. അപ്പോൾ 40 മാർക്കിലാണ് പരീക്ഷയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു 30 മാർക്കെങ്കിലും മിനിമം നേടാൻ ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കൊരു എ ഗ്രേഡ് എങ്കിലും കിട്ടണമെങ്കിൽ ഒരു 30 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമേ എ ഗ്രേഡ് എങ്കിലും മിനിമം നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കുറച്ച് നന്നായിട്ട് പഠിക്കുക. കാരണം ഇന്നും അതുപോലെ തന്നെ നാളെയും മറ്റന്നാളുമായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം കുറേയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കുറേ സമയം ഉണ്ട് എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. നിങ്ങൾ നന്നായിട്ട് എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. അതായത് ഏതൊക്കെ എന്തെങ്കിലും ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പഠിക്കുക. അതുപോലെ സ്കൂളിൽ നിന്ന് നിങ്ങളോട് ടീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങളുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ഭാഗങ്ങൾ കൂടി കൃത്യമായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അത് ചിലപ്പോൾ വരാൻ സാധ്യത കൂടുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗവും, അതുപോലെ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ കാണുന്ന സമയത്ത് അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അത് നിങ്ങൾക്കിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാത്ത ഭാഗങ്ങളുണ്ടാവും. അങ്ങനെയുള്ള പാഠഭാഗങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ മുഴുവനായിട്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ ഗ്രേഡ് കിട്ടും. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഈ ഒരു പരീക്ഷകളൊക്കെ 40 മാർക്കിലാണ് വരിക. അപ്പോൾ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ജയിക്കാനായിട്ട് 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 10 മാർക്ക് CE ഉൾപ്പെടെ 50-ലാണ് മാർക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു 10 മാർക്ക് തന്നെ ഈ ഒരു CE കിട്ടണമെന്നില്ല. കാരണം എല്ലാ ടീച്ചേഴ്സും 10 മാർക്ക് CE കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിലും ചില വിദ്യാർത്ഥികൾക്കെങ്കിലും 9 മാർക്കൊക്കെ CE മാർക്കിനത്തിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 10 മാർക്ക് CE കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഒരു പരീക്ഷയ്ക്ക് 5 മാർക്ക് കിട്ടിയാൽ നിങ്ങൾ ജയിക്കും. എന്നാൽ നിങ്ങൾക്ക് 9 മാർക്കേ CE ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഈ ഒരു 6 മാർക്ക് വാങ്ങിയാലാണ് നിങ്ങൾ ഈ ഒരു പരീക്ഷ ജയിക്കുക. അതായത് ടോട്ടൽ കൂട്ടുന്ന സമയത്ത്, അതായത് ആകെ മാർക്കിൻ്റെ 30% ജയിക്കാനായിട്ട് വേണ്ടത്. 30% എന്ന് പറയുമ്പോൾ 50-ൻ്റെ 30% 15 ആണ്. അപ്പോൾ ഈ ഒരു 15 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ഈ ഒരു 15 മാർക്ക് എന്ന് പറയുന്നത് D+ ഗ്രേഡ് ആണ്. അപ്പോൾ ഈ ഒരു D+ ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലാണ് വിദ്യാർത്ഥി പരീക്ഷ ജയിക്കുക. അപ്പോൾ ഈ ഒരു D+ കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് പാസ്സാവാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റൊരു ഉപകാരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് പറയുന്നത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു 20 മാർക്കിനും അതുപോലെ തന്നെ 35 മാർക്കിനും ഇടയിലൊക്കെ ആയിട്ട് മാർക്ക് വാങ്ങിക്കാനായിട്ട് പറയുന്നത്. കാരണം നിങ്ങൾ എത്രത്തോളം കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നുവോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഗ്രേഡ് കൂടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുറച്ച് നന്നായിട്ട് പഠിക്കുക. കാരണം ഇനി 2 പരീക്ഷയുള്ളൂ. തിങ്കളാഴ്ചത്തെ രസതന്ത്രം, അതായത് കെമിസ്ട്രി പരീക്ഷ, പിന്നീട് ബുധനാഴ്ചത്തെ ജീവശാസ്ത്രം, അതായത് ബയോളജി പരീക്ഷ. ഈ ഒരു പരീക്ഷകൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക. നിങ്ങളുടെ ലക്ഷ്യം ഒരു 5 മാർക്ക് വാങ്ങിച്ച് ഒരു D+ ഗ്രേഡ് കിട്ടി ജയിക്കുക എന്നുള്ളതാവരുത്. ഒരു 30 മാർക്കെങ്കിലും വാങ്ങി ഒരു A ഗ്രേഡെങ്കിലും നേടുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 5 മാർക്കിൽ കൂടുതൽ, അതായത് ഈ ഒരു 30 മാർക്ക് നേടാൻ പറ്റില്ല എങ്കിൽ കൂടി നിങ്ങളൊരു 20 മാർക്കിനെങ്കിലും നിങ്ങൾ കിട്ടുന്ന രീതിയിൽ പരീക്ഷ എഴുതുക. അതുപോലെ തന്നെ എല്ലാ അറിയാവുന്ന ക്വസ്റ്റ്യൻസും ആദ്യം കൃത്യമായിട്ട് എഴുതുക. നിങ്ങൾക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് പോയിന്റ്സ് ആയിട്ട് എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒട്ടും പേടിക്കേണ്ടതോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടതോ യാതൊരു ആവശ്യമില്ല. കാരണം SSLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും മിനിമം ഒരു D+ ഗ്രേഡെങ്കിലും കിട്ടിയിട്ട് ജയിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു D+ ഗ്രേഡ് നേടുക എന്നുള്ളതല്ല നിങ്ങളുടെ ഉദ്ദേശം എന്നുള്ളത്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു A ഗ്രേഡെങ്കിലും നേടുക എന്നുള്ളതായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഇനിയുള്ള പരീക്ഷകൾക്ക് പഠിക്കുക. കാരണം ഇനി 2 പരീക്ഷകൾ മാത്രമേ ഉള്ളൂ. തിങ്കളാഴ്ചത്തെ രസതന്ത്രം പരീക്ഷ, അത് കെമിസ്ട്രി പരീക്ഷ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും A+ കിട്ടാൻ സാധ്യതയുള്ള സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ പേടിക്കുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ടതോ യാതൊരു ആവശ്യമില്ല. കാരണം എല്ലാ വിദ്യാർത്ഥികളും ജയിക്കും. എന്നാൽ നിങ്ങൾ ജയിക്കുക എന്നുള്ളതിലുപരി കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഇതിലായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. അതുപോലെ കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ചൊന്നും നിങ്ങൾ ഇനി ആലോചിക്കേണ്ടതില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള 2 പരീക്ഷകൾക്ക് വേണ്ടി, അതായത് ഇനി തിങ്കളാഴ്ച രസതന്ത്രം, അത് കെമിസ്ട്രി പരീക്ഷയാണ്. ഇനി നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.